എനിക്കിപ്പോൾ ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും വ്യാപകമായി കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി കൃത്രിമ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരം. ഞാൻ വളരെ ആധികാരികമായിട്ട് പറയണം. ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാരോടും പറയാണ്, ഇതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ പറയണം, ഒരു കാര്യം ഉറപ്പാണ്, മെയ് മാസം 15 കഴിഞ്ഞാൽ കേരളം ഭരിക്കാൻ പോകുന്നത് UDF-ന്റെ സർക്കാരായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഏത് ഉദ്യോഗസ്ഥനായാലും ഇത്തരം കള്ളത്തരത്തിന് കൂട്ടുനിന്നാൽ ഐഡന്റിറ്റി കാർഡ് പ്രിന്റ് ചെയ്യുന്ന ജോലിയിലാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ സ്ഥലമൊക്കെ ഞങ്ങൾക്ക് അറിയാം, എവിടെയാണ് പ്രിന്റ് ചെയ്യുന്നത്, എവിടെയാണ് ഇത് കൈമാറ്റം ചെയ്യാൻ പോകുന്നതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഈ തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാൻ കൃത്രിമ വോട്ടർ പട്ടിക ഉണ്ടാക്കിയിട്ട് അതല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി ആ ഐഡന്റിറ്റി കാർഡുകളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാനുള്ള ശ്രമമാണ് CPM ഇവിടെ നടത്തുന്നത്. ഞാനൊക്കെ പാർലമെന്റിൽ മത്സരിക്കുമ്പോൾ സുധാകര മരിച്ചുപോയ ആൾക്ക് ജീവൻ കിട്ടുന്നത് എൻ്റെ ഇലക്ഷനിലായിരുന്നു വന്ന്. വീട്ടുകാർ വളരെ സന്തോഷിച്ചിരുന്നു വന്ന്. കാരണം മരിച്ചുപോയ ആളല്ലേ തിരിച്ചു വന്ന് വോട്ട് ചെയ്തിരിക്കുന്നത്. അതായിരുന്നു അന്ന് പയ്യന്നൂരൊക്കെ സ്ഥിതി. അത് മാറിയത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ ഇലക്ട്രോണിക് ഐഡന്റിറ്റി കാർഡും ഇതൊക്കെ വന്നതിന് ശേഷമാണ് കുറേ മാറ്റം ഉണ്ടായത്. അപ്പോൾ അതിനെപ്പോലും തോൽപ്പിക്കാൻ കൃത്രിമ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയെടുത്ത് ആ ഐഡന്റിറ്റി കാർഡുമായിട്ട് വോട്ട് ചെയ്യിപ്പിക്കാനുള്ള ശ്രമമാണ്. ഇത് മുഖ്യമന്ത്രി അറിയാതെ നടക്കില്ലല്ലോ. പയ്യന്നൂരും തളിപ്പറമ്പും പ്രത്യേകമായ ടാർഗറ്റാണ്, അമ്പലപ്പുഴയിലും പ്രത്യേകമായ ടാർഗറ്റാണല്ലോ. ബാക്കിയിലെടുത്ത് ഇല്ല എന്നല്ല പറയുന്നത് ഞാൻ. CPM, ഞാൻ നേരത്തെ പറഞ്ഞു, CPM-നെതിരായിട്ടുള്ള പോർമുഖം അകത്തു തുറന്ന് ആ വിപ്ലവം പുറത്തേക്ക് വന്ന് നടക്കുന്ന ഈ പോരാട്ടത്തിൽ ജനങ്ങളെ കാണിക്കണമല്ലോ ഒന്നുമില്ല, ഉണ്ടായിട്ടില്ല എന്ന്. അതിനു വേണ്ടി നിങ്ങൾ നോക്കിക്കോ, പല മാർക്സിസ്റ്റുകാരനും വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പേ അവൻ്റെ വോട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. നമ്മുടെ വോട്ടൊന്നുമല്ല കാര്യമായിട്ട്. അവർക്കിപ്പം വിശ്വാസക്കുറവ് സ്വന്തം അണികളിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ വിശ്വാസക്കുറവ്. കള്ളവോട്ട് ചെയ്യാൻ പോലും ആരും ഏൽപ്പിക്കാൻ വിശ്വാസമില്ല. കാരണം ആ കള്ളവോട്ട് ചെയ്യാൻ ഏൽപ്പിക്കുന്നവൻ ആർക്ക് ചെയ്യുന്നുള്ള ഒരു ധാരണ പോലും ഇപ്പം ഉണ്ടാക്കാൻ പറ്റാത്തതിൽ മാർക്സിസ്റ്റ് പാർട്ടി പ്രതികൂട്ടിലാണ്.